ഏതാണ്ട് 90-95 കാലഘട്ടങ്ങളിൽ വിദേശ ചാനലായ AXNൽ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രേതകഥകൾ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ആദ്യ പകുതിയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ കാണിക്കും. എന്നാൽ രണ്ടാം പകുതിയാകുമ്പോൾ അതിൻ്റെ പിന്നിലെ ശാസ്ത്രം എന്താണെന്നും അതിനെ എങ്ങനെയാണ് ചിലർ ദുരുപയോഗം ചെയ്യുന്നതെന്നും കാണിക്കും. അതായത് വിശ്വാസങ്ങളെ തെറ്റായി സമൂഹത്തിൽ പടർത്തി അതിൽ നിന്നും മുതലെടുത്ത് ജീവിക്കുന്ന ചില ആളുകളെ തുറന്ന് കാണിക്കുന്നതായിരുന്നു ആ പരിപാടി. ഈ പ്രോഗ്രാം ഇതേ ആശയത്തിൽ അന്നത്തെ നമ്മുടെ ദൂരദർശൻ ടിവിയും വിവിധ പ്രാദേശിക ഭാഷകളിൽ സംപ്രേഷണം ചെയ്തിരുന്നു. മലയാളത്തിൽ പേര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നാണ് എൻ്റെ ഓർമ്മ. ദൂരദർശൻ കുറേ കൂടി സ്വതന്ത്രവും കുറേയൊക്കെ ജനത്തിനോട് പ്രതിബദ്ധതയുമുള്ള നല്ല പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന കാലമാണ്. അന്നും ഇന്നും ഇത്തരം വിഷയങ്ങൾക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ യാതൊരു ദാരിദ്ര്യവും ഇല്ല എന്നത് സത്യം തന്നെയാണ്. എന്തായാലും അധികം താമസിയാതെ സന്യാസി സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ആ പരിപാടി ദൂരദർശൻ നിർത്തി. അവർക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, നല്ല പരിപാടികളൊന്നും അധികകാലം തുടരത്തില്ല. പിന്നീട് കേരളത്തിൽ സ്വകാര്യ ചാനലുകളുടെ വരവായി. പരസ്യ വരുമാനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ചീപ്പ് വിഷയങ്ങൾക്കിടയ്ക്ക് ചില നല്ല പരിപാടികളും ചില ചാനലുകളിലെങ്കിലും വന്നിരുന്നു. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു കൈരളി ചാനൽ സീരിയൽ രൂപത്തിൽ വന്ന അനാമിക. AXN പോലെ ആദ്യ പകുതി കണ്ടാൽ അന്ധവിശ്വാസം പരത്തുന്ന പരിപാടിയാണെന്ന് തോന്നും. എന്നാൽ പിന്നീട് അതിൻ്റെ ഉള്ളുകളികൾ തുറന്നു കാണിക്കും. നിർഭാഗ്യവശാൽ പബ്ലിസിറ്റി പിന്തുണ കിട്ടാതെ അതും അകാലത്തിൽ പൊലിഞ്ഞുപോയി. ഇനി നമുക്ക് വിദേശത്ത് പ്രചരിച്ച ഇത്തരമൊരു പ്രേതകഥയുടെ അണിയറയിലേക്കൊന്ന് പോകാം. നമസ്കാരം. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൻറി എട്ടാമൻ്റെ നഷ്ടപ്പെട്ട ഭീമാകാരമായൊരു കോട്ടയുടെ ഗോപുരങ്ങൾക്ക് താഴെ ഒരു തടിച്ച സാർജൻറ്റ് നിശ്ചലമായി രാത്രി കാവൽക്കാരനായി നിൽക്കുന്നു. നദിക്ക് അക്കരെ നിന്ന് ഒരു ക്ലോക്കിൽ സമയം അർദ്ധരാത്രി എന്നറിയിച്ച് മണി മുഴങ്ങുന്നു. പെട്ടെന്ന് അസ്ഥികളെപ്പോലും മരവിപ്പിക്കുന്ന എന്തോ ഒന്ന് അയാൾ കണ്ട് ഭയന്ന് കുഴഞ്ഞു വീഴുന്നു. പിന്നീട് ആശുപത്രിയിൽ സുഖം പ്രാപിച്ചപ്പോൾ ഒരു യുവതിയുടെ സ്പെക്ട്രൽ രൂപം കണ്ടതായി സർജൻ്റ് അവകാശപ്പെടുന്നു. എന്നാൽ ഈ കഥയിൽ പറയുന്നത് പോലെ ഇത്തരം സംഭവം കാണുന്ന ആദ്യത്തെ ആളൊന്നും ആയിരുന്നില്ല അദ്ദേഹം. ഹെൻറി എട്ടാമൻ രാജാവ് നിർമ്മിച്ച പഴയ സിറ്റാഡലിൽ നിഗൂഢമായ ചുറ്റുപാടിൽ അജ്ഞാതയായ ഒരു സ്ത്രീയെ കണ്ടതായി നിരവധി സൈനികരും ഒരു പുരോഹിതൻ പോലും അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് ഈ കാവൽ കേന്ദ്രം ഡെവിൾസ് പോസ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. ഇന്ന് ആ സിറ്റാഡൽ അപ്രത്യക്ഷമായി. നഗരത്തിലെ ഡ്രൈപൂൾ പ്രദേശത്ത് അത് നിലനിന്നിരുന്ന സ്ഥലത്ത് ദി ഡീപ്പ് അക്വേറിയവും ഒരു ഹൗസിംഗ് എസ്റ്റേറ്റുമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. കോട്ട പൊളിച്ചു മാറ്റപ്പെട്ട് 160 വർഷത്തിലേറെയായിട്ടും ഡ്രൈപൂൾ പ്രേതത്തിൻ്റെ ഭയാനകമായ കഥ ആളുകളെ ഇപ്പോഴും ഭയപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹൾ ഹിസ്റ്ററി സെൻറ്ററിലെ ആർക്കൈവിസ്റ്റായ നീൽ ചാഡ്വിക്ക് പറയുന്നത്, ഇന്ന് പ്രേതത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് ലീഡ്സ് മെർക്കുറി പത്രത്തിൽ JD ബ്രാംലി എന്ന വ്യക്തി എഴുതിയതും 1889 പ്രസിദ്ധീകരിച്ചതുമായ ഒരു കത്തിൽ നിന്നാണെന്നാണ്. അർദ്ധരാത്രിക്ക് തൊട്ട് പിന്നാലെ കാവൽ നിൽക്കുന്നിടത്ത് ഒരു പെൺകുട്ടിയുടെയോ യുവതിയുടെയോ പ്രേതം പ്രത്യക്ഷപ്പെടുമെന്ന് JD ബ്രാംലി ഈ കത്തിൽ ഓർമ്മിക്കുന്നു. അവൾ മതിലുകൾ കടന്ന് നടക്കുമായിരുന്നു. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അതേപോലെ തന്നെ അവൾ അപ്രത്യക്ഷയാവുകയും ചെയ്യുമായിരുന്നു. തൊട്ടടുത്ത രാത്രി അതേപോലെ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടും. കത്തിൽ പറയുന്നതനുസരിച്ച് സിറ്റാഡലിലെ പട്ടാളക്കാർക്കിടയിൽ കിംവദന്തികൾ പരന്നു. അവർ പരിഭ്രാന്തരായി. കോട്ടയ്ക്ക് അപ്പുറത്തുള്ള ഹളിലെ ആളുകളിലേക്ക് ഈ കഥ വ്യാപിച്ചു. ഒരു രാത്രിയിൽ 4 പട്ടാളക്കാരും ഒരു പുരോഹിതനും കൂടി ആ സ്ത്രീയുടെ പ്രേതം കണ്ട കാവൽ പോസ്റ്റിനടുത്ത് വെച്ച് കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. പുരോഹിതനും മറ്റുള്ളവരും അവിടെ കാത്തു നിന്നു. അർദ്ധരാത്രിക്ക് ശേഷം പെട്ടെന്ന് യുവതിയുടെ പ്രേതം പ്രത്യക്ഷപ്പെടുന്നു. അതേപ്പറ്റി നീൽ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്.
അവളുടെ കയ്യിൽ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നു. അവരാകെ ഭയന്ന് മരവിച്ച് ആകെ പരിഭ്രാന്തരായി. എങ്കിലും ധൈര്യം സംഭരിച്ച് അവർ പ്രേതത്തോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ആ യുവതി തിരിഞ്ഞു നിന്ന് ഒരു കൈകൊണ്ട് പുരുഷന്മാരുടെ കൂട്ടത്തോട് എന്നെ അനുഗമിക്കൂ, എന്നോടൊപ്പം വരൂ എന്ന രൂപത്തിൽ ആംഗ്യം കാണിച്ചു. അവർ വടക്ക് കിഴക്കൻ മൂലയിലുള്ള പട്ടാള മതിലിനരികിൽ കൂടി നടന്നു. അവൾ നിലത്തുള്ള പുല്ലിലേക്ക് വിരൽ ചൂണ്ടി അപ്രത്യക്ഷയായി. പിറ്റേന്നവർ ആ ഭാഗം കുഴിച്ചപ്പോൾ ഒരു മൃതദേഹത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തി. പണ്ട് ആ കാവൽ പോസ്റ്റിനടുത്ത് വെച്ച് സൈനികരിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി പ്രണയത്തിലായി. ഒടുവിൽ അവർക്കിടയിൽ എന്തോ സംഭവിച്ചു. പിന്നീട് അയാൾ അവളെ കൊന്ന് കുഴിച്ചിട്ടു. അപ്പോൾ ഈ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നതാണ് ചോദ്യം. അത് ആരുടെയെങ്കിലും കുശാഗ്രബുദ്ധിയിൽ നിന്ന് പിറവിയെടുത്ത കെട്ടുകഥയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുസൃതിക്കാരൻ്റെ കുരുട്ടുബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രേതകഥ മാത്രമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇതെല്ലാം ജെ.ഡി. ബ്രാംലി എന്നയാളുടെ കത്തിൽ നിന്നാണ് ആളുകൾ അറിയുന്നത്. കഥയിൽ പറയുന്ന പട്ടാളക്കാരുടെയോ പുരോഹിതൻ്റെയോ വിവരണങ്ങൾ ഒന്നും തന്നെയില്ല. ചെറുപ്പത്തിൽ ഈസ്റ്റ് പാർക്കിൽ പാറകളിൽ കളിച്ചിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ റോക്കീസ് എന്ന് വിളിക്കപ്പെട്ടിരുന്നവർക്ക്, ഒരു ഗാർഡ് ടവർ ഉണ്ടായിരുന്നു. ആ ഗോപുരം ആദ്യം സിറ്റാഡലിലായിരുന്നു. കുട്ടികൾ പാറകളിൽ കളിച്ച് ടവറിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഒരു പക്ഷേ അതായിരുന്നിരിക്കാം കാവൽക്കാരൻ്റെ സ്ഥാനം. ഇന്ന് ആ ഗോപുരം വിക്ടോറിയ ഡോക്കിലെ സിറ്റാഡലിൻ്റെ സമീപം കാണാം. ആ പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് നീൽ പറയുന്നത്. അവൾ അവിടുത്തുകാരിയായ ഒരു പെൺകുട്ടി ആയിരിക്കാം. പക്ഷേ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊരു പെൺകുട്ടിയെ കാണാതായതായി ഞങ്ങൾക്ക് യാതൊരു വിവരവും ലഭിച്ചില്ല. എന്നാൽ ലീഡ്സ് മെർക്കുറിയിൽ പ്രസിദ്ധീകരിച്ച കത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിൽ വാട്ടർലൂ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. 1815 ഹളിൽ എത്തിയ റെജിമെൻറ്റ് 92-ാമത്തെ ഹൈലാൻഡേഴ്സ് കോൾചെസ്റ്ററിൽ നിന്ന് ഹളിലേക്ക് മാർച്ച് ചെയ്തു. നെപ്പോളിയൻ്റെ യുദ്ധങ്ങളിൽ നിന്ന് അവർ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടണത്തിൽ കുട്ടികളെ ആകർഷിക്കാൻ പോകുന്ന ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചു. ഇതിൽ ആളുകൾക്ക് താല്പര്യമുണ്ടാവും എന്നാണ് കരുതിയത്. പിന്നീട് ഈ കുട്ടികൾ പട്ടാളക്കാർക്ക് ഒരു ശല്യമായിരുന്നിരിക്കാം. അപ്പോൾ കുട്ടികളെ അകറ്റി നിർത്താൻ വേണ്ടി പട്ടാളക്കാർ ഇങ്ങനൊരു പ്രേതകഥ കെട്ടിച്ചമച്ചതാകാം. വാസ്തവത്തിൽ അത് കൂടുതൽ കൗതുകമുണർത്തുക മാത്രമേ ചെയ്തുള്ളൂ. ജെ.ഡി. ബ്രാംലി എഴുതിയ വിവരണം സൂചിപ്പിക്കുന്നത് ആ സമയത്ത് ഹളിൽ ഇത് വളരെ രസകരമായ ഒരു സംഭവമായി മാറി എന്നാണ്. ഇന്ന് സിറ്റാഡലിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ സന്ദർശക ആകർഷണ കേന്ദ്രം നിർമ്മിക്കാൻ പദ്ധതികളുണ്ട്. ആ കോട്ട പ്രേതകഥകൾക്ക് ഒരു കാന്തിക ആകർഷണമായി എന്നതിൽ ഒരുപക്ഷെ അതിശയിക്കാൻ ഒന്നും തന്നെ ഇല്ല. 16-ാം നൂറ്റാണ്ടിലാണ് സിറ്റാഡൽ നിർമ്മിച്ചത്. ഇത് 300 വർഷമായി ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നാണ് നീൽ വിശദീകരിക്കുന്നത്. തീർച്ചയായും എലിസബത്ത് ഒന്നാമൻ്റെ ഭരണകാലത്ത് കത്തോലിക്കരെ അവിടെ തടവിലാക്കി പഴയ ബ്ലോക്ക് ഹൗസുകളിൽ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ അങ്ങനൊരു നീണ്ട ചരിത്രമുള്ളതുകൊണ്ട് കോട്ടയെ കേന്ദ്രമാക്കിയുള്ള നിരവധി പ്രേതകഥകൾ മനുഷ്യരെ വേട്ടയാടിയിരിക്കാം എന്നത് തികച്ചും വിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. ഡ്രൈപോൾ പ്രേതം ഒരുപക്ഷെ അതിൽ ഒന്നും മാത്രമായിരിക്കാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. വീഡിയോയോട് പ്രതികരിച്ച എല്ലാവർക്കും നന്ദി.